ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ്. ഇത് ഒരുമാതിരി എന്നല്ല, ആരും തന്നെ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് ഗ്രീൻ ആപ്പിളാണ്, ഇതുകൊണ്ടൊരു പിക്കിളാണ്. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ കാണുക, ഈ റെസിപ്പി ഫുള്ള് കാണുക. ഇതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഇതിനെ ചെറിയ ചെറിയ പീസാക്കാൻ പോവാണ് ആദ്യം. അതായത് നമ്മൾ ഏകദേശം ഒരു കടുമാങ്ങ ഇടുന്ന ഒരു ടൈപ്പിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കണം. ഇത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചതാണ്, അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് സാധനമാണ്. പിന്നെ ഈ ഒരു കാലാവസ്ഥയിലൂടെ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ ബ്ലാക്ക്ബെറി പറിക്കാൻ പോയ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നത് ഗ്രീൻ ആപ്പിൾ ഉണ്ടായിരുന്നു. അത് നമ്മളിങ്ങനെ കുരുകുരാന്ന് അരിയുക. ഇതേ കണ്ടോ, ഇതിൻ്റെ ഓരോ പീസും ഇങ്ങനെ ഒരു കടുമാങ്ങയുടെ ഒരു ഇതിൽ വരും. ഇങ്ങനെ ആക്കുക. തന്നെ മാറ്റുകയാണ്, കാരണം ഇതിൻ്റെ കളർ ചേഞ്ച് ഒക്കെ ആവുന്നുണ്ടോ. ആപ്പിൾ ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇതിന് നമ്മൾ വേഗം തന്നെ ഉപ്പ് ചേർക്കണം. അതാണ് നമുക്ക് ഈ കളർ ചേഞ്ച് മുഴുവനാവുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ തിരുമ്മി പിടിപ്പിക്കണം. ഇനി ഉപ്പ് തിരുമ്മി കഴിയുമ്പം ഇതിൻ്റെ കളർ ചേഞ്ച് ആവില്ല. അത്യാവശ്യം നല്ല പുളിയുള്ള, മാങ്ങയ്ക്കൊക്കെ പോലെ ഒരു പുളിയുള്ളൊരു സാധനമാണല്ലോ ഈ ഗ്രീൻ ആപ്പിളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതുകൊണ്ട് വേറെയും വിഭവമുണ്ട്, ഇപ്പോൾ അതൊക്കെ വരുന്നുണ്ട് പുറകിൽ. നമുക്ക് സദ്യക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വിഭവം കൂടെ വരുന്നുണ്ട് ഇതിന്. ഗ്രീൻ ആപ്പിൾ വെച്ച് വളരെ ഹെൽത്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ റെസിപ്പി ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഇനി ഞാൻ ഇതിന് വേണ്ടി തയ്യാറാക്കി ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുന അരിഞ്ഞത്, ഇതുപോലെ തന്നെ പിന്നെ ഒരു കറിവേപ്പില ഉണ്ടെങ്കിൽ അതും അല്പം. ഈ ഒരു സമയത്ത് നമ്മുടെ ആപ്പിളിൽ നിന്ന് അതിൻ്റെതായ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ, ഉപ്പൊക്കെ പുരട്ടിയതുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അതൊക്കെ ചെയ്യാം. നല്ലെണ്ണ ഒഴിക്കുക. ഒരു 4 ടീസ്പൂണോളം ഇതുണ്ട്, നെല്ലെണ്ണയുണ്ട് ഇതിൽ. അപ്പം ഞാനിത് ചൂടായി വന്നൊരു സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിടുന്നു. കാൽ ടീസ്പൂൺ ഉലുവയിടുന്നു. ഇത് ഏകദേശം ഇനി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ബാക്കി ഐറ്റംസ് ചേർക്കാം. ഉലുവയും കടുകൊക്കെ പൊട്ടുന്നുണ്ട്. ഉലുവയുടെ ഒരു നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഒരു മഞ്ഞ നിറം മാറി ഒരു ബ്രൗണിലേക്ക് എത്തുന്ന സമയം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇടാം. ഓക്കെ, മതി. നമ്മുടെ ഇഞ്ചി ഇടുന്ന ആദ്യം, കറിവേപ്പില ഇടുന്നു, വെളുത്തുള്ളി ഇടുന്നു. ഒന്ന് മൂത്ത് വരട്ടെ. ഏകദേശം മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് തീ കുറച്ച് വെക്കാം. ഏറ്റവും കുറച്ച് വെക്കണം, കാരണം നമ്മൾ പൊടികൾ ഇടാൻ പോവാണ്.
ആദ്യം തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി, അല്ല ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഇടുന്നുണ്ട് മുളക് പൊടി. കാരണം എനിക്ക് നല്ല റെഡ് കളർ ഇരിക്കുന്നതാണ് ഇഷ്ടം. അച്ചാറാകുമ്പം അതിൻ്റെതായൊരു ഭംഗിയൊക്കെ വേണമല്ലോ. ഇത് നന്നായി ഇളക്കുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു പച്ചമണമൊക്കെ മാറി നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വരുന്നു. ഓക്കെ, ഈ ഒരു ടൈം മതി. നമുക്ക് പതുക്കെ നമ്മുടെ ആപ്പിൾ ഇതിലേക്ക് മിക്സ് ചെയ്യും. ആപ്പിൾ മിക്സ് ചെയ്യുന്നു. ഇനി ഈ ആപ്പിളിലേക്ക് ഒരൈറ്റം കൂടി ചേർക്കാനുണ്ട്. കായപ്പൊടി ചേർക്കണം. കാരണം ഈ എണ്ണയിലെ ഒരു ചെറിയ ഒരു വഴറ്റിൽ കായപ്പൊടിക്കും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതും കൂടെ ചേർക്കുന്നു. അതുപോലെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും അച്ചാറിൻ്റെ മണം ഇപ്പോൾ തന്നെ വരുന്നുണ്ട്. ശരിക്കും ഇത് മാങ്ങയുടെ ഒരു ഇത് ടെക്സ്ചറൊക്കെയാണ്, എന്നാലും രുചിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മാങ്ങയിൽ നിന്ന് ഒട്ടും പുറകിലല്ല ആപ്പിൾ കേട്ടോ ടേസ്റ്റിൽ. പിന്നെ ഒരു ചെറിയ തീയിൽ ഇവനൊന്ന് ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു കട്ടി മാറി ഒരു ഇച്ചിരി മയം വരുന്നതാണ് കുറച്ചുകൂടെ രുചി വരുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് വിനാഗിരി ആഡ് ചെയ്യണം. ഞാനിവിടെ ആപ്പിൾ സിഡർ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ആപ്പിൾ സിഡർ വിനെഗറാണ് ആഡ് ചെയ്യുന്നത്. കഴിവതും നമ്മൾ ഹെൽത്തി ആയിട്ട് എല്ലാം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അന്നേരം ടേസ്റ്റും ഒപ്പം ഹെൽത്തും ഒരേപോലെ നിൽക്കും. ഓക്കെ, ഇത്ര മതി. നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. ഇത് ചെറിയ ചൂടിൽ ഇതിങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ആപ്പിളിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക ഒന്നുകൂടെ. ഇത് 2 ദിവസമൊക്കെ ഈ അച്ചാറിരിക്കും നല്ല രുചിയാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ശരിക്കും ആപ്പിൾ നമുക്ക് ഗ്രീൻ ആപ്പിൾ തന്നെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ അച്ചാറൊക്കെ ഇട്ട് നോക്കുക, കുഞ്ഞുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടും. അല്പം കൂടി ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർക്കുവാണേ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി. എല്ലാവരും ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. ഇനി ഓണത്തിനൊക്കെ മാങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കടുമാങ്ങയ്ക്ക് പകരം സുഖമായിട്ട് ഇത് വിളമ്പാവുന്നേ ഉള്ളൂ. 2 ദിവസം ഇത് നന്നായി അടച്ചു വെച്ച് അത് 2 ദിവസം കഴിഞ്ഞ് ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ സൂപ്പർ അച്ചാറാണ്. നല്ല കഞ്ഞിയും ഇച്ചിരി ചമ്മന്തി ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ കുശാൽ, താഴം കുശാൽ. നമ്മളിപ്പോൾ ഗ്രീൻ ആപ്പിൾ അല്ലല്ലോ ഇത്, മറ്റേ ആപ്പിൾ അല്ലേ ഇത്? ഗ്രീൻ ആപ്പിൾ അല്ലല്ലേ? ഉണ്ടോ ഗ്രീൻ ആപ്പിൾ വേറെ? അയ്യോ, എന്നെടുക്കും. അതിന് ഒരു കാര്യം ചെയ്ത് ഇത് മാത്രം കാണിച്ചാൽ മതി, മറ്റൊന്നും അധികം ഫോക്കസ് ചെയ്യണ്ട. ഞാൻ ഗ്രീൻ എടുത്ത് വെച്ചിരിക്കാം. ഗ്രീനേ ഒരു സുഖമുള്ളൂ. ഇതിന് മധുരം ഉണ്ടല്ലോ. ആ പിന്നെ ഇതിന് മധുരമുണ്ട്. ഇത് ഇത്രയ്ക്ക് കൊള്ളത്തില്ല. എടുത്തോ, കാണിച്ചു, വീഡിയോ എടുത്തോ. ഞാനിത് പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലാണ്. ഒരുപാട് ആപ്പിളുകളൊക്കെ ഇങ്ങനെ കൊലച്ച് കിടക്കുകയാണ്. അല്ല പുഷ്പിച്ച് നമ്മൾ ഒരു ആപ്പിൾ അച്ചാറിടാനുള്ളൊരു ശ്രമത്തിലാണ്. നമ്മൾ ഏകദേശം ഒരുവിധം വലുതായ ആപ്പിളുകളൊക്കെ ഒന്ന് പതുക്കെ നോക്കിയിട്ട് പറിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം ഇതൊരു നല്ല പുളിയോടെയൊക്കെ
അത്യാവശ്യം പുളിയോടെ കിട്ടും. നമുക്ക് ഇതിൻ്റെ ഒരു അച്ചാർ കാണിക്കാനാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇതിൻ്റെ കുറച്ച് ഐറ്റം ഞങ്ങൾ പറിച്ചിട്ട് ഇതിൻ്റെ അച്ചാറിട്ട് ഞങ്ങളിന്ന് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, പറയേ നിങ്ങൾ എന്തെങ്കിലും കൂടെ പറഞ്ഞു വേണമെങ്കിൽ. കൈ വെക്കണം, കയ്യിൽ വെക്കണം. ആ, ഞാൻ ഒന്ന് കയറട്ടെ. തല കയറും വല്ല പാനി.